ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധീൻ സേനുദ്ദീൻ. സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ചിത്രം തെളിഞ്ഞു. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചപ്പോൾ സംസ്ഥാനത്ത് 194 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 10 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്തൊട്ടാകെ പത്രിക പിൻവലിച്ചത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ 12 സ്ഥാനാർത്ഥികളും ആറ്റിങ്ങലിൽ 7 പേരുമാണ് ജനവിധി തേടുന്നത്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ 12-ഉം ആലപ്പുഴയിൽ 11-ഉം മാവേലിക്കരയിൽ 9 സ്ഥാനാർത്ഥികൾ അന്തിമ പട്ടികയിലുണ്ട്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ 8-ഉം ഇടുക്കി മണ്ഡലത്തിൽ 7 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ പേർ ജനവിധി തേടുന്ന കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ 14 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. എറണാകുളത്ത് 10 സ്ഥാനാർത്ഥികളും തൃശൂരിൽ 9 പേരും ചാലക്കുടി മണ്ഡലത്തിൽ 11 പേർ ജനവിധി തേടുന്നു. മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിൽ 8 വീതം സ്ഥാനാർത്ഥികളും പാലക്കാട് 10-ഉം ആലത്തൂരിൽ 5 പേരാണ് അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടത്. സംസ്ഥാനത്ത് ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നതും ആലത്തൂരിലാണ്. കോഴിക്കോട് 13-ഉം വടകരയിൽ 10-ഉം സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. വയനാട് 9 പേരും കണ്ണൂരിൽ 12 പേരും കാസർഗോഡ് മണ്ഡലത്തിൽ 9 സ്ഥാനാർത്ഥികളുമാണ് ജനവിധി തേടുന്നത്. 25 വനിതാ സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്ത് മത്സരരംഗത്തുള്ളത്. 4 വനിതാ സ്ഥാനാർത്ഥികളുള്ള വടകര മണ്ഡലത്തിലാണ് ഏറ്റവും അധികം വനിതകൾ ജനവിധി തേടുന്നത്. അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥാനാർത്ഥികൾക്കുള്ള ചിഹ്നങ്ങളും അനുവദിച്ചു നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം രാജ്യത്ത് ആവേശകരമായി പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഛത്തീസ്ഗഡിലെ ബസ്തർ ഡിവിഷനിലും മഹാരാഷ്ട്രയിലെ ഗഡ്ചിറോളിയിലും NDA പ്രചാരണ യോഗത്തിൽ പങ്കെടുത്തു. രാജ്യത്തെ എല്ലാ ആദിവാസി കുടുംബങ്ങളുടെയും ജീവിതം മെച്ചപ്പെടുത്തുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. NDA സർക്കാരിന്റെ പ്രവർത്തന ഫലമായി രാജ്യത്ത് നക്സൽ തീവ്രവാദം കുറഞ്ഞതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രചാരണം. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അഗ്നിവീർ പദ്ധതി പിൻവലിക്കുമെന്നും പട്ടികജാതി പട്ടികവർഗ സ്കോളർഷിപ്പുകൾ ഇരട്ടിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവം. മത്സരചിത്രം വ്യക്തമായതോടെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പ്രചാരണത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. ഇടതുമുന്നണിക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പത്തനംതിട്ട മണ്ഡലത്തിൽ പ്രചാരണം നടത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രചാരണ പരിപാടികൾ ഇന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വെമ്പായത്തും തിരുവനന്തപുരം മണ്ഡലത്തിലെ പേട്ടയിലുമാണ് നടന്നത്. സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ 2 ഗഡു കൂടി സംസ്ഥാനത്ത് നാളെ മുതൽ വിതരണം ചെയ്യും. ഗുണഭോക്താക്കൾക്ക് 3200 രൂപ വീതം ലഭിക്കും. കഴിഞ്ഞ മാസം 1 ഗഡു വിതരണം ചെയ്തിരുന്നു. റംസാനും വിഷുവും കണക്കിലെടുത്താണ് കുടിശ്ശിക വിതരണം ചെയ്യുന്നത്. ഇനി 4 മാസത്തെ കുടിശ്ശിക ബാക്കിയുണ്ട്. 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയവർക്കെല്ലാം തുക ലഭിക്കും. സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില ഉയർന്നു തന്നെ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ഉപയോഗവും അനുദിനം കൂടി വരുന്നതായി KSEB. ഇന്നലെ വൈദ്യുതി ആവശ്യം 5419 മെഗാവാട്ടായി വർദ്ധിച്ചിരുന്നു. രാത്രി 10:47 വൈദ്യുതി ആവശ്യകത റെക്കോർഡ് തലത്തിലേക്ക് ഉയർന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ സർക്കാർ ഹൈസ്കൂൾ അധ്യാപകർ, പ്രൈമറി വിഭാഗം പ്രധാന അധ്യാപകർ, പ്രൈമറി അധ്യാപകർ എന്നിവരുടെ 2024-25 അധ്യയന വർഷത്തേക്കുള്ള റവന്യൂ ജില്ലാതല പൊതുസ്ഥലം മാറ്റത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈൻ മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈനിലൂടെ അല്ലാതെയുള്ള അപേക്ഷ ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല എന്നും അധികൃതർ അറിയിച്ചു. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്ന തിരുവനന്തപുരം ആൽത്തറ തൈക്കാട് റോഡിന്റെ 3ാം റീച്ച് ഉടൻ തുറക്കും. നോർക്ക മുതൽ വനിതാ കോളേജ് വരെയുള്ള ഭാഗമാണ് ഗതാഗതത്തിന് സജ്ജമാക്കുന്നത്. ഈ റീച്ചിൽ ഒരു ഭാഗത്ത് റോഡ് ഫോർമേഷൻ പ്രവൃത്തികൾ ആരംഭിച്ചു. ഈ റോഡിൽ ആൽത്തറ മുതൽ ഫോറസ്റ്റ് സ്റ്റേഷൻ വരെയും വനിതാ കോളേജ് വരെയുമുള്ള 2 റീച്ചുകൾ നേരത്തെ ഗതാഗതത്തിന് തുറന്നു നൽകിയിരുന്നു. തൃശൂർ പൂരത്തിൽ എഴുന്നള്ളിക്കുന്ന ആനകളുടെ സുരക്ഷയ്ക്ക് കൂടുതൽ ക്രമീകരണങ്ങൾ ഉറപ്പാക്കണമെന്ന് ജില്ലാ കളക്ടർ VR കൃഷ്ണ തേജ. ആനകളുടെ ആരോഗ്യ പരിശോധന ഉൾപ്പെടെ സമയബന്ധിതമായി പൂർത്തിയാക്കാനും നിർദ്ദേശം നൽകി. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേക പരിശീലനം ലഭിച്ച വോളണ്ടിയർമാരെ നിയോഗിക്കും. കർശന നിരീക്ഷണത്തിന് ഓരോ ആനയുടെയും സമീപത്തായി ഒരു വോളണ്ടിയറുടെ സേവനമുണ്ടാകും. പൊതുജനങ്ങൾ ആനകൾക്ക് പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ നടത്തരുതെന്നും കളക്ടർ നിർദ്ദേശിച്ചു. കഴിഞ്ഞ 50 വർഷത്തിനിടയിലെ ദൈർഘ്യമേറിയ സൂര്യഗ്രഹണം ഇന്ന് നടക്കും. സൂര്യനെ പൂർണ്ണമായും ചന്ദ്രൻ മറയ്ക്കുന്ന അപൂർവ സൂര്യഗ്രഹണം ഇന്ത്യൻ സമയം രാത്രി 9:12 മുതൽ നാളെ രാവിലെ 2:22 വരെയാണ് നീണ്ടുനിൽക്കുക. വടക്കേ അമേരിക്കയിലെ മെക്സിക്കോ, കാനഡ തുടങ്ങിയ മേഖലകളിൽ ഇത് ദൃശ്യമാകും. എന്നാൽ ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ ഈ പ്രതിഭാസം ദൃശ്യമാകില്ല. സമ്പൂർണ്ണ സൂര്യഗ്രഹണം തത്സമയം ഓൺലൈനിൽ കാണാൻ തിരുവനന്തപുരത്തെ സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിൽ അവസരമൊരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.